നിൽക്കുന്ന യുദ്ധക്കളങ്ങളും ആകാശത്ത് ഗർജിക്കുന്ന യുദ്ധവിമാനങ്ങളും പഴങ്കഥയാകാൻ പോകുകയാണോ? യുദ്ധതന്ത്രങ്ങളിൽ മിസൈലുകൾ വിപ്ലവം സൃഷ്ടിച്ച ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നിശബ്ദമായി പറന്നെത്തുന്ന ഡ്രോണുകളാണ് ലോക സൈന്യങ്ങളുടെ കരുത്ത് നിശ്ചയിക്കുന്നത്. പക്ഷേ ഈ മത്സരക്കളത്തിലേക്ക് ചൈന ഇപ്പോൾ ഇറക്കി വിട്ടിരിക്കുന്ന പുതിയ അവതാരം പ്രതിരോധ ലോകത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. ഒരൊറ്റ വിരൽത്തുമ്പിലെ ചലനത്താൽ 100ഓളം ഡ്രോണുകൾ ഒരേ സമയം ആകാശത്തേക്ക് ഇരച്ചു കയറുന്നത് സങ്കല്പിക്കാനാകുമോ? ആധുനിക യുദ്ധതന്ത്രങ്ങളെ അടിമുടി മാറ്റിമറിക്കാൻ പോകുന്ന അറ്റ്ലസ് ഡ്രോൺ സ്വാം സിസ്റ്റം എന്ന അത്ഭുത സാങ്കേതിക വിദ്യയാണ് ചൈന പുറത്തെടുത്തിരിക്കുന്നത്. മിനിറ്റുകൾക്കുള്ളിൽ 96 ഡ്രോണുകളെ ഒരേ സമയം നിയന്ത്രിക്കാൻ കഴിയുന്ന ഈ സംവിധാനം വെറുമൊരു ആയുധമല്ല, ശത്രുവിന് ചിന്തിക്കാൻ പോലും സമയം നൽകാതെ ആകാശത്ത് നിന്ന് വീഴുന്ന ഒരു ഡിജിറ്റൽ സുനാമിയാണ്. ഭാവിയിലെ യുദ്ധങ്ങൾ ആയുധബലം കൊണ്ടല്ല, മറിച്ച് അദൃശ്യ സൈന്യത്തിന്റെ കരുത്തിലാകും തീരുമാനിക്കപ്പെടുക എന്നതിന് കൃത്യമായ സൂചനയാണിത്. ചൈനയുടെ ഡ്രോൺ പട ലോകരാജ്യങ്ങളുടെ ഉറക്കം കെടുത്തുന്നത് എന്തുകൊണ്ടാണ്? പ്രതിരോധ രംഗത്തെ ഈ വമ്പൻ വിപ്ലവത്തിന്റെ ഉള്ളറകളിലേക്ക് നമുക്ക് കടക്കാം. അറ്റ്ലസ് സംവിധാനം അവതരിപ്പിച്ചതോടെ ചൈന ഒരു പ്രധാന സന്ദേശം ലോകത്തോട് പങ്കുവെക്കുകയാണ്. ഭാവിയിലെ യുദ്ധം വൻ സേനകളുടെ കൂട്ടയോട്ടമല്ല, മറിച്ച് നെറ്റ്വർക്ക് ചെയ്ത ആളില്ലാ സംവിധാനങ്ങളുടെ അതിവേഗ ഏകോപിത ആക്രമണങ്ങളായിരിക്കും. ഒരു മനുഷ്യന്റെ നിയന്ത്രണത്തിൽ നിരവധി യന്ത്രങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന യുദ്ധരീതിയാണ് ഇവിടെ കാണുന്നത്. ഇത് പരമ്പരാഗത യുദ്ധത്തിന്റെ ഗണിതം തന്നെ മാറ്റുന്നു. കാരണം ഒരൊറ്റ ഡ്രോൺ വെടിവെക്കുന്നതിനേക്കാൾ 96 ഡ്രോണുകൾ വിവിധ ദിശകളിൽ നിന്ന് ഒരേ സമയം എത്തുമ്പോൾ ഏറ്റവും ശക്തമായ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പോലും സമ്മർദ്ദം കൂടും. ഈ സിസ്റ്റത്തിന്റെ അടിസ്ഥാന ഘടന 3 പ്രധാന യൂണിറ്റുകളെ ചുറ്റിപ്പറ്റിയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഒരു പ്രദേശത്ത് നിന്ന് ആക്രമണം നടത്തി ഉടൻ മറ്റൊരിടത്തേക്ക് നീങ്ങാനുള്ള കഴിവ് ഇതിനെ കൂടുതൽ അപകടകാരിയാക്കുന്നു. അറ്റ്ലസിന്റെ ഏറ്റവും വലിയ സവിശേഷത അതിന്റെ ദ്രുത വിക്ഷേപണ ശേഷിയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം 3 സെക്കൻഡിൽ താഴെ ഇടവേളയിൽ ഓരോ ഡ്രോണും വിക്ഷേപിക്കാനാകും. അതായത് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ 96 ഡ്രോണുകൾ ആകാശത്ത് നിറയാം. ഈ വേഗത ശത്രുവിന് പ്രതികരിക്കാൻ സമയം കുറയ്ക്കുന്നു. റഡാറിൽ ലക്ഷ്യങ്ങൾ തെളിയുമ്പോഴേക്കും ആക്രമണ സംഘം ലക്ഷ്യത്തിന് മുകളിൽ എത്തിയിരിക്കാം. പരമ്പരാഗത പ്രതിരോധ സംവിധാനങ്ങൾ ഒരേ സമയം കുറച്ച് ലക്ഷ്യങ്ങളെ നേരിടാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളപ്പോൾ ഇത്തരമൊരു സ്വാം ആക്രമണം അവയെ സാറ്റുറേറ്റ് ചെയ്യാൻ കഴിയും. ഡ്രോണുകളുടെ എണ്ണം മാത്രമല്ല, അവയുടെ സഹകരണ ശേഷിയാണ് ഈ സിസ്റ്റത്തെ പ്രത്യേകമാക്കുന്നത്. ഓരോ ഡ്രോണിനും വ്യത്യസ്ത ചുമതലകൾ നൽകാനാകും. ചിലത് നിരീക്ഷണത്തിനായി മുന്നോട്ട് പറക്കും, ചിലത് ഇലക്ട്രോണിക് ജാമിംഗ് നടത്തി ശത്രുവിന്റെ റഡാറുകളെ കുഴയ്ക്കും, മറ്റു ചിലത് ആശയവിനിമയ റിലേ ആയി പ്രവർത്തിക്കും. ആക്രമണത്തിനായി സജ്ജമാക്കിയ ഡ്രോണുകൾ പിന്നീടെത്തും. ഇതെല്ലാം ഒരേ ശൃംഖലയിൽ പരസ്പരം വിവരങ്ങൾ പങ്കുവെച്ച് പ്രവർത്തിക്കുമ്പോൾ അത് ചെറിയ യന്ത്രങ്ങളുടെ കൂട്ടമല്ല, ഒരു ഏകീകൃത ബുദ്ധിസമ്പന്ന യുദ്ധസേനയാണ്. ഇത്തരം സ്വാം സിസ്റ്റങ്ങൾ യുദ്ധഭൂമിയിൽ ഉണ്ടാകുന്ന മാറ്റം വലുതാണ്. ആദ്യമായി കുറഞ്ഞ ചെലവിൽ വലിയ സമ്മർദ്ദം സൃഷ്ടിക്കാനാകും. ഒരു ആധുനിക യുദ്ധവിമാനം നിർമ്മിക്കാൻ വേണ്ട ചെലവിന്റെ ചെറിയൊരു വിഹിതം കൊണ്ട് തന്നെ നിരവധി ഡ്രോണുകൾ വിന്യസിക്കാം. രണ്ടാമതായി, മനുഷ്യജീവൻ അപകടത്തിലാകാതെ അപകടകരമായ ദൗത്യങ്ങൾ നടത്താം. മൂന്നാമതായി, ശത്രുവിന്റെ പ്രതിരോധ ശേഷി ക്ഷീണിപ്പിക്കാം. ഒരു മിസൈൽ കൊണ്ട് ഒരു ഡ്രോൺ തകർക്കുമ്പോൾ പോലും ശേഷിക്കുന്ന ഡസൻ കണക്കിന് ഡ്രോണുകൾ മുന്നോട്ട് നീങ്ങും. ഇത് സൈനിക പ്രതിരോധ തന്ത്രങ്ങൾക്കും വലിയ വെല്ലുവിളിയാണ്. റഡാർ, ആന്റി എയർക്രാഫ്റ്റ് മിസൈലുകൾ, ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ, ലേസർ ആയുധങ്ങൾ എന്നിവയെല്ലാം ഇനി ചെറിയ വേഗമേറിയ കൂട്ടമായി നീങ്ങുന്ന ലക്ഷ്യങ്ങളെ നേരിടാൻ പുതുക്കേണ്ടി വരും. ഒരു വലിയ യുദ്ധവിമാനം വരുന്നത് കണ്ടെത്തുന്നത് എളുപ്പമാണ്, പക്ഷെ താഴ്ന്ന ഉയരത്തിൽ പല ദിശകളിൽ നിന്ന് വരുന്ന ഡസൻ കണക്കിന് ചെറിയ ഡ്രോണുകൾ തിരിച്ചറിയുകയും ഒരേ സമയം തകർക്കുകയും ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അറ്റ്ലസ് സിസ്റ്റം നിർമ്മിക്കുന്നത് ചൈന ഇലക്ട്രോണിക് ടെക്നോളജി ഗ്രൂപ്പ് കോർപ്പറേഷൻ ആണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ചൈനയുടെ പ്രതിരോധ ഇലക്ട്രോണിക്സ് മേഖലയിലെ പ്രധാന സ്ഥാപനങ്ങളിലൊന്നായ ഇത് സൈനിക സിവിൽ സാങ്കേതിക സംയോജന തന്ത്രത്തിന്റെ കേന്ദ്രത്തിലാണ്. ആശയവിനിമയ ഉപകരണങ്ങൾ, സെൻസറുകൾ, സോഫ്റ്റ്വെയർ, AI അടിസ്ഥാനമാക്കിയ നിയന്ത്രണ സംവിധാനങ്ങൾ എന്നിവയിലുള്ള അവരുടെ അനുഭവം അറ്റ്ലസ് പോലുള്ള സംവിധാനങ്ങൾ വികസിപ്പിക്കാൻ സഹായമാകുന്നു. ചൈനയുടെ വിശാല സൈനിക സിദ്ധാന്തമായ ഇന്റലിജൻസ്ഡ് വാർഫെയർ എന്ന ആശയത്തോടും അറ്റ്ലസ് പൊരുത്തപ്പെടുന്നു. ഭാവിയിലെ യുദ്ധം കൂടുതൽ AI നിയന്ത്രിതവും സ്വയം പ്രവർത്തന ശേഷിയുള്ളതും ഡാറ്റ അധിഷ്ഠിതവുമായിരിക്കുമെന്നാണ് ഈ സിദ്ധാന്തം പറയുന്നത്. മനുഷ്യ കമാൻഡർമാർ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കും, യന്ത്രങ്ങൾ അതിവേഗത്തിൽ പ്രവർത്തനം പൂർത്തിയാക്കും. തീരുമാനമെടുക്കുന്ന വേഗതയാണ് വിജയത്തെ നിർണ്ണയിക്കുന്ന പുതിയ കാലഘട്ടത്തിലേക്കുള്ള നീക്കമാണിത്. ഇത്തരം സംവിധാനങ്ങൾക്ക് കയറ്റുമതി സാധ്യതയുണ്ടോ എന്നതും ലോകം ശ്രദ്ധിക്കുന്ന കാര്യമാണ്. കുറഞ്ഞ ചെലവിൽ വലിയ ആക്രമണശേഷി നൽകുന്ന സിസ്റ്റങ്ങൾ വികസന രാജ്യങ്ങൾക്കും പ്രാദേശിക ശക്തികൾക്കും ആകർഷകമാകും. അതേസമയം തെറ്റായ കൈകളിൽ ഇത്തരം സാങ്കേതിക വിദ്യകൾ എത്തുന്നത് സുരക്ഷാ ഭീഷണിയുമാകും. അതിനാൽ ഡ്രോൺ ആയുധവൽക്കരണത്തെ ചുറ്റിപ്പറ്റിയുള്ള അന്താരാഷ്ട്ര നിയമങ്ങളും നിയന്ത്രണങ്ങളും കൂടുതൽ ചർച്ചയിലാകും. ഒടുവിൽ അറ്റ്ലസ് വെറും ഒരു ചൈനീസ് ആയുധ പ്രദർശനം മാത്രമല്ല, യുദ്ധത്തിന്റെ ഭാവി എങ്ങോട്ടാണ് പോകുന്നത് എന്നതിന്റെ വ്യക്തമായ സൂചനയാണത്. ടാങ്കുകളുടെ ഘോഷയാത്രയും യുദ്ധവിമാനങ്ങളുടെ ഗർജനവും മാറി നിശബ്ദമായി പറക്കുന്ന 100 കണക്കിന് ഡ്രോണുകളുടെ കൂട്ടം നാളെയുടെ യുദ്ധഭൂമിയെ നിർവചിക്കാനിരിക്കുകയാണ്. ഒരു ബട്ടൺ അമർത്തിയാൽ 96 ഡ്രോണുകൾ ഉയരുന്ന കാലത്ത് ലോക സൈനിക ശക്തികളുടെ പഴയ കണക്കുകൂട്ടലുകൾ എല്ലാം വീണ്ടും എഴുതേണ്ടി വരും.